വേണ്ടി ഇങ്ങനെ വെയിറ്റ് ലോഡ് ചെയ്ത് ഇങ്ങനെ കിടന്നിട്ടുണ്ടോ? കുറെ നേരം വെയിറ്റ് ഇങ്ങനെ ഹിപ്പിലാക്കിയിട്ട് താഴോട്ടിട്ട് കട്ടിലേൽ ഇങ്ങനെ കിടന്നു. സോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ മാറുമോ? സോ ഗായ്സ്, അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ കുറയുമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തുകൂടെ? സോ വെയിറ്റ് താഴെ വെച്ച് കൈ ഹോൾഡ് ചെയ്ത് നല്ലതുപോലെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കട്ടിലേ കിടന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. ചെയ്താൽ മാത്രം നിങ്ങളെ ബാക്ക് പെയിൻ മാറില്ല ഗായ്സ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കട്ടിലേ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു റിലാക്സേഷൻ കിട്ടും. വെയിറ്റ് ലോഡ് ചെയ്ത് ഡിസ്കിന് ചെറിയൊരു അകലം കിട്ടുമോ, ഡിസ്ക് അകത്തോട്ട് പോയി എഴുതിങ് നിങ്ങളുടെ ഇഷ്ടം. സോ അങ്ങനെ ചെയ്താൽ പോലും അതിനുശേഷം നിങ്ങൾ പ്രസന്റ് ലൈഫിലോട്ട് വരുമ്പോൾ നിങ്ങൾ കുനിഞ്ഞൊരു വെയിറ്റ് എടുക്കുമ്പോൾ ആലോചിച്ചേക്കുന്നത് ഡിസ്ക് വീണ്ടും പുറത്തോട്ട് എടുത്തില്ലേ? സോ അങ്ങനെ കിടന്നാൽ മാത്രം മതിയോ? സോ അപ്പൊ ആ ഡിസ്ക് തള്ളും. സോ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതിന് നോർമൽ നിങ്ങൾ സ്ട്രെച്ചസ് മാത്രം ചെയ്താൽ മതി, ഡിസ്കിൽ സ്ട്രെച്ച് കിട്ടാൻ വേണ്ടി, അകത്തോട്ട് പോകാൻ വേണ്ടി. സോ അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് നല്ലോണം ബെൻഡ് ആവും. അതിനുശേഷമാണ് ഇമ്പോർട്ടൻറ്റ്. സോ ആ ഡിസ്ക് പുറത്തോട്ട് വരാൻ വേണ്ടി ഇവിടുന്ന് ഒരു പ്രഷർ കൊടുക്കണം ഡിസ്കിന്. ആ പ്രഷറിനെയാണ് മസിൽ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്, മസിൽ ബിൽഡിങ്. സോ ആ ഡിസ്ക് നിങ്ങൾ അകൽച്ചിട്ട് നിങ്ങളുടെ വെയിറ്റ് ഇട്ട് അകത്തി, ഓക്കെ, ആ ഡിസ്ക് പിന്നെയും കുനിയുമ്പോൾ താരാതിരിക്കണമെങ്കിൽ അവിടെ കൊടുക്കുന്ന പ്രഷറിനെയാണ് മസിൽ സ്ട്രെങ്തനിങ്. അവിടെ കൊടുക്കുന്ന നിങ്ങൾ ഹാർഡ് രീതിയിലുള്ള മസിൽ ടൈറ്റ്നസ്, ആ ടൈറ്റ്നസിനെയാണ് മസിൽ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. സോ ഗായ്സ്, സോ മസിൽ സ്ട്രെങ്തനിങ് കൂടെ ചെയ്യാതെ നിങ്ങൾ എത്ര നാള് വെയിറ്റ് ഇട്ട് കിടന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും ബാക്ക് പെയിൻ മാറില്ല.